എന്തൊരു മഞ്ഞാണിപ്പോ. പുറത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ചാൽ അതി തണുപ്പും. എല്ലാ കൊല്ലത്തിനും കൂടുതൽ ഇപ്രാവശ്യം നല്ല തണുപ്പാണ്. കുട്ടികൾക്കൊന്നും പുറത്തൊക്കെ ഇറങ്ങാൻ പാകമുണ്ടാവില്ല. എന്താ പഠിച്ചു വരിക? സെഫിയാത്തെ, നിങ്ങക്ക് ഈ വയ്യൊക്കെ അറിയോ? ഞാനെടി ഓരോരോ തിരക്കില് പെട്ടടി, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഞാൻ വിചാരിച്ചേ കല്യാണം കഴിഞ്ഞപ്പോത്തിന് ഞമ്മളൊക്കെയാണ് മറന്നേന്ന്. മറക്കേ അന്നെ? മറന്നിട്ടാണല്ലോ ഇപ്പൊ നേരെ വെളുത്തപ്പോ തന്നെ എന്റെ അടുത്തേക്ക് മണ്ടി വന്നത്. ഒന്നും പറയണ്ട മളെ, ഈ കല്യാണം കഴിഞ്ഞേ മുതൽ മനസ്സിന് ഓരോരോ പണികളാടി. ഒരു മൂലൊക്കെ ഉണ്ടാവും കുറച്ച് തിരുമ്പാന്, മറ്റേ മൂലൊക്കെ ഉണ്ടാവും കുറച്ച് പിന്നെ അടിച്ചോരാന്. എത്രങ്ങാനും ഉണ്ടായിരുന്നതോ ഈ മക്കള് ഈ പാത്രങ്ങളും കടലാസിന്റെ പ്ലേറ്റും പേപ്പറും ഒക്കെ പരത്തിയിട്ടേ അതൊക്കെ ഈ അടിച്ചോരി നേരാക്കൽ തന്നെ ഒരു പണി ഉണ്ടായിട്ടുള്ളൂ. നിങ്ങള് പറഞ്ഞത് ശരിയാട്ടോ. ഒരു കല്യാണം പേരന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ലാത്ത പണികളും ഉണ്ടാവൂല. അടിക്കലും തുടക്കലും ഒക്കെ കൂടെ. ഇപ്പൊ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടും അതേ അവസ്ഥ തന്നെ ചെയ്യുന്നല്ലേ എനിക്ക്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. ഞാൻ വെറുതെ ഇങ്ങോട്ട് തമാശയെ പറഞ്ഞതാണ്. അല്ല, എന്റെ മരുവോളെവിടെ? ഓളതാ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കണ്ടാണ്ട് ഔത്തേക്കാണ് പോയിക്കണ്. നിങ്ങളോടത്ത് പെണ്ണിപ്പോ എന്താ പാട്? കൊഴപ്പൊന്നുമില്ലല്ലോ? മരുവോളെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് മളെ. നേരത്തെ കാലത്ത് നീച്ചു വരൂല. ഒരു മുതൽ ഉണ്ടാക്കാനും കൂടി ഓൾക്ക് നിച്ചല്ല. അങ്ങനത്തെ ഒരുത്തിന് എന്റെ മകൻ കെട്ടി കൂർന്നിക്കണത്. അതൊക്കെയാണ് ശരിയായിക്കോളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇവിടുത്തെ എന്റെ മരുവോളെ എന്ത് ചെയ്യുന്ന പാട്? ഒന്നും ഉണ്ടാക്കാനൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ കുറച്ച് എല്ലേതും പഠിച്ചിങ്ങനെ വരുന്നുള്ളൂ. അതൊക്കെയാണ് ശരിയാവും. നിങ്ങൾ കുറച്ച് സ്വഭാവം മാറ്റി വെച്ചാ മതി. ഇപ്പത്തെ മക്കളെ അടുത്ത് അതൊന്നും നടക്കൂല. എന്നാലുണ്ടല്ലോ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക. ഈ കോളേജേന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് അവളെ പെരക്കാര് കല്യാണം അടുപ്പിച്ചിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കാനൊക്കെ പഠിപ്പിക്കണ്ടേ? അതൊന്നും പഠിച്ചിട്ടില്ല. നേരത്തെ കാലത്ത് നീക്കണ്ടേ? അതുമില്ല. ഈ കുട്ടിയൊക്കെ എവിടുന്ന് എന്ത് പഠിച്ചിട്ടാ വന്നിക്കണെന്ന് ആർക്കറിയാം. എന്റെ മരുവോള് എന്താ പാട്? സ്വഭാവമൊക്കെ ഓളൊരു കുഴപ്പമില്ല. ഓളിപ്പോ ഒരു മാസമായി ഇപ്പൊ ഓളെ പെരേ പോയി വന്നിട്ട്. ഇനിയിപ്പോ പോവാനായി തുടങ്ങി. എല്ലാ മാസവും ഒരു 4-5 ദിവസമൊക്കെ പോയി നിൽക്കും. ഇപ്പത്തെ മക്കളല്ലേ, ആയിട്ട് എപ്പോഴും പോണം. നമ്മളാ കാലൊന്നുമല്ലല്ലോ ഇപ്പൊ. നമ്മളൊക്കെന്ന് പറഞ്ഞാല് 2-3 മാസം കൂടുമ്പോ ഒരു ദിവസം നമ്മളെ ഉമ്മാന്റെ ഇപ്പാന്റെ അടുത്തൊന്ന് വന്ന് പോവും. ഇപ്പൊ അങ്ങനെയല്ല. മാസത്തില് ഓർക്ക് 4-5 ദിവസം പോയി നിക്കണം. ഒരു 2 മാസമൊക്കെ കൂടുമ്പോ ഒരാഴ്ച ഒക്കെ പോയി നിന്നോട്ടെ.